പരുത്തിക്കാടിന്റെ ഒരു അഭിമുഖത്തിന്റെ ചെറിയൊരു ക്ലിപ്പ് കാണുകയായിരുന്നു. ഇതെന്ത് പറ്റി പരുത്തിക്കാടിന്? ഒരു അനക്കോ ഇല്ല, ആവിയില്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്നത് എന്ത് എന്ന് നോക്കിയപ്പോഴല്ലേ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടത്. എന്താ സഹിഷ്ണുത, വലിയ അച്ചടക്കം, മറു ചോദ്യങ്ങളേ ഇല്ല. സതീശൻ പറയുന്നതെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. പറയുന്ന സകല പൊട്ടത്തരങ്ങളെയും ഇളിച്ചോണ്ടിരുന്നിട്ടുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, അവിടെയാണ് നാട്ടുകാർ കാണേണ്ടത്. ചിലരെടുത്ത് ശരിയാവും, ചിലരെടുത്ത് ശരിയാവൂല. ചിലരെടുത്തിരിക്കുമ്പോൾ ചുവപ്പ് കണ്ട കാളയുടെ മാനസികാവസ്ഥയാകും. ആ ഒരു രീതി മാറ്റിവെച്ചിട്ട് സതീശൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പെരുന്നുണ. ഏത്? സതീശന്റെ കൈവശം ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തത് വായിച്ചു പോലും നോക്കാതെ വലിച്ചു കീറി കളയുന്ന ദൃശ്യം പുറത്തേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ആ വിഷയത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി അതേ മാനസികാവസ്ഥയിൽ അതേ സ്വരമുള്ള പെൺരൂപം അഭിമുഖമായി വന്നത്. അങ്ങനെയാണ് സതീശൻ ചിരിച്ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിയ ആ വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണം നടത്തിയത്. കേട്ടെ. ഒരു നിവേദനം തന്നു. നിവേദനേ ഏതെങ്കിലും, ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരാള് പ്രത്യേകിച്ച് ആ സ്ത്രീകളോ ആരും കൊണ്ടൊന്ന് നിവേദനം തന്ന ഞാൻ അപ്പൊ കീറി കളയോ? അത് ഇതാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ തരത്തിലുള്ള ക്യാമ്പയിൻ. ഞങ്ങൾ ഇന്നലെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി ഇത് കണ്ടിട്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകൻ അത് ചെയ്യോ? അപ്പൊ ഞാനത് ചെയ്തെന്നാ പറയുന്നത്. സ്ത്രീ കൊടുത്തത് അപ്പം തന്നെ കീറിക്കളഞ്ഞു. ആരും കേൾക്കരുതെന്ന് കരുതിക്കൊണ്ട് ഞാൻ അതിനെ കീറിക്കളഞ്ഞു. ആ കീറിക്കളഞ്ഞ പേപ്പർ പിള്ളേര് പോയി പൊക്കിക്കൊണ്ട് വന്നു. കാണണ്ടേ? അങ്ങോട്ട് നോക്കി. ആ 4 പീസാക്കിയ പേപ്പറിനകത്ത് എന്താണ് ആ സ്ത്രീ എഴുതിയിരുന്നത് നിങ്ങൾ കാണണ്ടേ? സതീശൻ കരുതി ആരും അറിയില്ല. 4 പീസാണ്. ഇത് ചിലക്കാണ്ട് പോടാ നാറി. എന്റെ പൊന്നെ, നല്ല ജനപിന്തുണ. സതീശന്റെ അടുത്ത ആരാധികയാണെന്ന് തോന്നുന്നു എഴുതി കൊടുത്തത്. എന്തായാലും സ്മൃതി പരുത്തിക്കാടിന്റെ അടുത്ത് നിന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെയൊക്കെ തെളിവുകൾ നാട്ടുകാർ കണ്ടെത്തി വച്ചിരിക്കുന്നു എന്ന് സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നിഷേധിച്ചപ്പോ ആ 4 പീസ് പേപ്പർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് സതീശന് എന്തൊരു പിന്തുണയാണ് പുതുയുഗ യാത്രയിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൊടുക്കുന്നതെന്ന് ഒരു കുറിപ്പെഴുതി പോക്കറ്റ് ഇട്ട് കൊടുത്തത് എന്തായിരുന്നു? ചെലക്കാണ്ട് പോടാ ഡാഷേ എന്ന്. എന്തൊരു കഷ്ടോടെ. ഒരൊറ്റ പ്രതിപക്ഷ നേതാവിന് ഈ ഗതി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പ്രവർത്തകരുടെ തെറിവിളി കേട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആ യാത്രയ്ക്ക് ശേഷം സതീശൻ പറവൂരിൽ മത്സരിക്കാതെ അന്തസ്സായിട്ട് പെട്ടിയെടുത്ത് വനവാസത്തിന് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിനേക്കാളും നാണം കെട്ട് പോകേണ്ട അവസ്ഥ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉണ്ടാക്കുമെന്ന് ആ കുറിപ്പ് തെളിയിക്കുകയാണ്.